ഇതൊക്കെ എന്ത് ഇതിലാണ് നമ്മൾ കയറുന്നത്. ഇതിൻ്റെ പേര് എന്താ കൺസ്ട്രക്ടർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലാണ് നമ്മൾ കയറുന്നത്. ഇത് നോട്ട് അലൗഡ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഉബുഡിലെ യാത്ര ഇവിടെ തീരുകയാണ്. എത്ര ദിവസം? 6 ദിവസമാണ്. 7 ദിവസമാണ് ഞങ്ങൾ ഉബുഡിൽ നിന്നത്. ഇന്ന് നമ്മൾ ഇവിടുന്ന് നേരെ കുട്ടയ്ക്ക് പോവുകയാണ്. ഇനി 4 ദിവസം കുട്ട, അത് കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യ. അപ്പോൾ ഇനി കുട്ടയിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കുട്ടയിൽ താമസിക്കുന്ന സ്ഥലത്തെത്തി. ഇപ്പോൾ ഇതാണ് സ്ഥലം. ഇതിൻ്റെ അകത്തേക്കാണ് കയറേണ്ടത്. അപ്പോൾ അവർ ഓൾറെഡി ഞങ്ങൾക്ക് നമ്പറൊക്കെ അടിച്ചെന്നറിയില്ല. അത് കീ ഉണ്ട്, ആരും ഇല്ല ഇവിടെ. അതാണ് നമ്പർ. അപ്പോൾ ഇവിടെ കീ ഒക്കെ വച്ചിട്ടുണ്ട്. കണ്ടോ, നമ്പറും തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തുറന്നു. അടുത്ത് വേറെ സെറ്റപ്പാണ്. ഇതാണ് നമ്മുടെ റൂം. തുറക്കൂ. യെസ്, വെറൈറ്റി റൂം. ഞാൻ ഇത്ര നാൾ നിന്നതിൽ വെച്ച് വെറൈറ്റി ഒരു സംഭവം അല്ലേ? നോക്കിയോ. കാരണം എന്താന്ന് വെച്ചാ ലാസ്റ്റ് 4 days of honeymoon ആണല്ലോ. അതെ, അത് കാരണം ഞങ്ങൾ ഇച്ചിരി നല്ല കൂടുതൽ. ഇവിടെ ചെറിയൊരു കിച്ചൺ ഉണ്ട്, ഒരു വേറൊരു സൈസ് മണം ഇവിടെ. ക്ലോത്തൊക്കെ വെക്കാനായിട്ട്, ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് വേറെ സെറ്റപ്പ്. ക്ലോസെറ്റ്. പക്ഷേ ഒരു വലിയ മാറ്റൊക്കെ വിരിച്ച് കൊള്ളാം അല്ലേ? വലിയ വാഷ്റൂമാണ് അത്യാവശ്യം. റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ പൂള് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് മേളിലാണ്. ഞങ്ങൾ നേരത്തെ നിന്നത് ഷെയർഡ് പൂൾ. ഇതും ഷെയർഡ് പൂളാണ്. ഹായ്, നൈസ് ഒരു കുട്ടി പ്രൈവറ്റ് പൂൾ. വേറെ ആരും ഇവിടെ നിൽക്കുന്നില്ലെന്ന് തോന്നുന്നു. ഒരനക്കവും ഇല്ല. ചെരുപ്പൊക്കെ ഉണ്ട്, വെളി കിടക്കണം. നല്ല സ്ഥലമുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ബാലിയിലെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് അല്ലേ? വീഗാലാൻഡ് ഉള്ള. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ പേരെന്ന് പറഞ്ഞത് വാട്ടർ ബോംബ് എന്നാണ് കേട്ടോ. പക്ഷേ വാട്ടർ റൈഡ് മാത്രമേ ഉള്ളൂ അല്ലേ? വാട്ടർ റൈഡ്സ് മാത്രമേ ഉള്ളൂ. മറ്റേ നമ്മൾ വണ്ടർലയിലെ പോലെ എല്ലാം ഇല്ല. അപ്പോൾ വെള്ളത്തിലുള്ള കളികളാണ് മൊത്തം ഇന്ന്. അപ്പോൾ നമുക്ക് എന്നായാലും ഇന്ന് പോകണം. ഇപ്പോൾ സമയം 8 കഴിഞ്ഞുള്ളൂ. 8:30 അവിടെ എത്തണം. 9 അത് ഓപ്പൺ ആവണത്. അപ്പോൾ 8:30 എന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തിരക്കില്ലാണ്ട് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ വാട്ടർ ബോംബ് എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻട്രിയിലേക്കുള്ള. ആരും വന്നിട്ടില്ല. സമയം ഇപ്പോൾ 8:30 ആയിട്ടേ ഉള്ളൂ. നോക്കിയേ, ഈ ഒരു ഫാമിലി മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ഇനി ആൾക്കാർ വരാൻ നല്ല സമയമെടുക്കും. അതൊരു 9 മണിയാകുമ്പോഴത്തേക്ക് തുറക്കുള്ളൂ. അപ്പോഴത്തേക്ക് 9 മണി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. പിന്നെ ഇവർ ക്ലോസും ചെയ്യും പെട്ടെന്ന്. അതായത് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ക്രൗഡ് ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി ഇന്നത്തെ ദിവസത്തെ ടിക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ വരാൻ പറ്റില്ല. അതാണ് ഞങ്ങൾ പിന്നെ നേരത്തെ വരാമെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ റഷ് നോക്കിയേ നിങ്ങൾ. നേരത്തെ കണ്ട പോലെയല്ല. ഞങ്ങൾ നേരെ വന്നോണ്ട് ആദ്യം വന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു മക്കളെ, തൊട്ട കാശ. ഇവിടെ ഇരുന്നൊരു വളി വിടണമെങ്കിൽ ഒരു കാശ് കൊടുക്കണം. സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. താങ്ക് യു. ഞങ്ങൾ വെബ്സൈറ്റിൽ കൂടി ബുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗൂഗിൾ പേ പോലുള്ള സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് താങ്ക് യു. ഇവിടുത്തെ ഗൂഗിൾ പേയും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുമാണ് ഇവിടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ള ക്യാഷ് അടയ്ക്കാനുള്ള. ഞങ്ങളത് ചെയ്യാഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ്, ട്രാവൽ കാർഡ് ഞങ്ങൾ എടുത്തിട്ടില്ല. അത് പിന്നെ എടുക്കാനുള്ളൊരിതായിരുന്നു. അതുകൊണ്ട് താഴോട്ടാണോ? ഓക്കെ.
ഇപ്പം ലോക്കറി സാധനങ്ങൾ വെക്കാൻ പോവാണ്. ഇവിടെ അപ്പം ഒരാൾക്ക് ഒരു 2000 വരും എൻട്രിയും ലോക്കറിൻ്റെ എല്ലാം കൂടി കൂട്ടി. പിന്നെ നമ്മളത് കാശ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് റീഫണ്ടായിട്ട് തിരിച്ചു കിട്ടും. ഇവിടെ ഓരോ നമ്മൾ ടൈം സോണി 4th പോകത്തില്ലേ, കാർഡ് കൊടുക്കുക എന്നിട്ട് ആ ഗെയിം കളിക്കാം, അങ്ങനെയാണ് സംഭവം. അപ്പം നിങ്ങളെല്ലാം വച്ചു, ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. നല്ല ഇന്ത്യൻ രൂപി എത്ര ഒരാൾക്ക് 505 ലക്ഷത്തി എന്താ വന്നത് 2000 ചില്ലറ എന്തോ രൂപ ആയിട്ടുണ്ട്. 3000-അടുത്തായിട്ടുണ്ട്. ഫുഡിന് എക്സ്ട്രാ ആണ്, ബാക്കി എല്ലാത്തിനും എക്സ്ട്രാ ആണ്. ഇനിയിപ്പോൾ നമുക്ക് പോയി ടോപ്പപ്പിൻ്റെ ഒന്ന് ചോദിക്കാം എത്ര ബാലൻസ് ഉണ്ടെന്നല്ലേ. ഇതാണ് ഇതിൻ്റെ മാപ്പ്. ഇത് നമ്മുടെ വണ്ടർല പോലത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കല്ല, ഫുള്ള് വാട്ടർ റൈഡ്സ് മാത്രമേ ഉള്ളൂ. ഇതിവിടെ അപ്പോൾ ഇതിനൊക്കെ എക്സ്ട്രാ കാശ് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ടുപേർക്കും കൂടെ എക്സ്ട്രാ കാശ് കൊടുക്കണം. ഓക്കെ, ബാക്കി രണ്ടുപേരും കൂടെ ഞങ്ങളൊരു 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും, അതായത് ഈ ഏതോ രണ്ടോ റൈഡിനെന്തോ എക്സ്ട്രാ കാശ് കൊടുക്കണം. ഒരു ബഞ്ചീസ് പോലത്തെ ഇങ്ങനത്തെ സാധനമുണ്ട്, ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലെ നമ്മൾ ഇവിടെ തരും മുകളിലോട്ട്, ആ സാധനം. അതും പിന്നെ സർഫ് ബോർഡ് ഇങ്ങനെ വെള്ളത്തിൽ ബാലൻസ് ചെയ്യുന്ന സാധനം, അത് 2 എക്സ്ട്രായാണ്. ബാക്കിയെല്ലാം നമുക്ക് ഈ എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ ആക്സസ് ചെയ്യാം. പിന്നെ ഫുഡ്, സ്പാ, റിഫ്രഷ്മെൻറ്റ്സ്, ലോക്കർ, പിന്നെ ഗസീബോ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ ചുമ്മാതെ ഈ ഹട്ട് പോലത്തെ സാധനങ്ങൾ കണ്ടോ, ഇതിൻ്റെ അകത്തിരുന്ന് ചില്ല് ചെയ്യാൻ, ഇതിൻ്റെ എല്ലാം ആക്സസ് എക്സ്ട്രായാണ്. അതിനാണ് ഞങ്ങൾ ഈ മറ്റേ ബാൻഡ് വാങ്ങി എക്സ്ട്രാ അതിൽ ക്രെഡിറ്റ് അക്കൗണ്ട് ചെയ്ത് അത് നമ്മൾ എത്ര യൂസ് ചെയ്യുന്നോ അത് പോവും. യൂസ് ചെയ്തില്ലെങ്കിൽ റീഫണ്ട് ഇറങ്ങാൻ നേരം കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മുതലാണോ അല്ലയോ എന്ന് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാവേ. അതുവരെ നിങ്ങൾ ഇതൊക്കെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട. ഹായ്, ഇതായിരിക്കും എനിക്ക് വന്നത് നമ്മുടെ അടുത്ത ടെൻ പൂള് മാതിരിയുള്ള സംഭവം. ജസ്റ്റ് നമ്മുടെ മറ്റേ ട്യൂബിലിരുന്ന് അങ്ങ് പോണ സെറ്റപ്പ്. പിള്ളേരുടെ ഒച്ചയൊക്കെ കേൾക്കണുണ്ട്. ഹായ്, വണ്ടർലാണോ ഇതിലേ പോകണ്ടേ? ഇതിൽ കയറാം, ഇതിലേതൊരു സാധനമുണ്ട് എനിക്കറിയില്ല, കയറാം. അതെ, ഞങ്ങൾ ആദ്യത്തെ റൈഡിൽ കയറാൻ പോവുകയാണ് ട്യൂബ് എടുത്തോണ്ട്. ഇവിടെ ഫുള്ള് കുഞ്ഞു പിള്ളേരാ, പക്ഷെ എന്നാലും നമ്മൾ കയറുക രണ്ടുപേരും. ഹായ് ഹായ്, ഗുഡ്. അപ്പോൾ നമ്മളിത് ഓക്കെ ഇവിടെ കയറാം. ഹായ്, we can use GoPro? GoPro you can use, but the stick not allowed, yeah? Stick not allowed. You can take it off the stick, yeah? Okay. I'm sorry. നമ്മൾ ആദ്യമേ ട്രൈ ചെയ്യാൻ പോകുന്ന ഈ ഗ്രീൻ വണ്ണ കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ കയറാൻ പോണേ. നല്ല ചെരിഞ്ഞ് വന്ന സാധനം, ഇതിലാദ്യമേ കയറാം. ഇപ്പോൾ ട്യൂബ് എടുത്തുകൊണ്ട് അങ്ങ് പോകണം. അതിനു മുമ്പ് ഈ GoPro യൂസ് ചെയ്യുന്ന നേരത്ത് ഈ സ്റ്റിക്ക് യൂസ് ചെയ്യലെന്നാണ് അവർ പറഞ്ഞേക്കണേ. അപ്പോൾ അത് മാറ്റിയിട്ട് GoPro മാത്രമായിട്ട് കൈ പിടിക്കണം. ജിഷ്ണു യെസ്. അപ്പോൾ നമ്മൾ കയറുവാണ്. ഇതിലല്ലേ കയറണ്ടേ? ബൂമറാങ് ഇതാണോ? സൂപ്പർ ഇത് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ റൈഡ്. നല്ല കേട്ടോ മേളീന്ന്. പക്ഷെ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. അതെ, ഇത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങ് വരും. ഓ ഷിറ്റ്, ഞാൻ ഇതാ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിരിക്കുക. ഇതല്ല, ഇതിന്ന് കറങ്ങി വേണം ഈ സാധനം ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങ് വരാൻ. ഓ കൊള്ളാം. എനിക്ക് സാധാരണ ഈ വണ്ടർലയിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ മാത്രമേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. മറ്റു സ്ഥാനത്ത് ഇറങ്ങി എനിക്ക് അപ്പം തല ഇറങ്ങും. ഇവിടെ പിന്നെ വെള്ളം മാത്രമുള്ള കാരണം കുഴപ്പമില്ല. വലിയ ക്രൗഡും അല്ല അല്ലേ? നേരത്തെ എത്തിപ്പോയി. അമ്മാര് ചുമ്മാർന്ന് പോവാ. ചെറുക്കന്മാര് പോയി, ഇവന്മാര് പോയി കഴിഞ്ഞാൽ അടുത്ത് നമ്മളാണ് അല്ലേ? എക്സൈറ്റഡ് ആണോ ബേബി? ഞാനും കുറേ നാൾക്ക് ശേഷം വാട്ടർ റൈഡിനെ ഇങ്ങനത്തെ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകണം. അവസാനം പോയത് വണ്ടർലയില്ല. എന്നായിരുന്നു ഓർക്കണ പോലും ഇല്ല. ഞാൻ 2015 പോയത്, 15-16. അവര് പോയി. അമ്മാരെ ഒച്ച നിർത്തില്ലല്ലോ. ഹായ് യാ. Stand up here and then sit on the bike. കുണ്ടിക്ക് നല്ല സുഖം. ഇരുന്ന് ഇരുന്ന് അത് കുണ്ടിയിലിരി. റെഡിയാണോ? അതൊക്കെ ഞാൻ പിടിച്ചോളാം. യെസ്, ലെറ്റ്സ് ഗോ. No!
എന്റെ ശിവനെ, അയ്യോ എന്റെ പൊന്നെ. അടുത്തത് ഞങ്ങള് ഓറഞ്ചിൽ കയറാൻ പോണേ. ആ പുള്ളി പറഞ്ഞ പരമാവധി ഇപ്പൊ 2-3 പ്രാവശ്യം കയറിക്കും, കാരണം കുറച്ചോളം കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും, പിന്നെ എല്ലാത്തിലും കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങള് ഇതിലൊക്കെ കൂടി ഒന്നോടം കയറണം. എന്റെ പൊന്നെ, അടുത്ത റൈഡ് കുണ്ടി മുട്ടുന്നുണ്ടല്ലോ. എന്റെ അടുത്ത റൈഡ് റെഡി 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 റെഡി. ഇത് അത്ര പേടിക്കാനില്ലെന്ന് തോന്നുന്നു. ഇതാ വണ്ടറിലുള്ള സാധനം തന്നെ. ആ എന്റെ കുണ്ടി നിലത്ത് മുട്ടുവോ? ഇതാ കുഴിയിലേക്ക് കയറണം. ഇതേ പോണ് എന്റെ പൊന്നെ. അയ്യോ ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിനി അടുത്ത സാധനം എന്തേ അതിന് അത് 2-3 പ്രാവശ്യം ഞങ്ങൾ കയറി. ഇനി ഇതേ ഈ സാധനത്തിലാണ് അടുത്തത്. ഇത് കണ്ടാ അറിയാനല്ല, നല്ല പണി കിട്ടും. എന്തായാലും നമ്മള് ഇതിൽ കയറാം. എൻ്റെ പൊന്നു മക്കളെ, ദേ ഈ സാധനത്തിലും പിന്നെ ദേ ഈ സാധനത്തിലും കയറി. അവിടെ ഒരു ഗോപ്രോ പറ്റില്ലെന്ന് പറഞ്ഞു, കാരണം ഇങ്ങനെ പിടിച്ചല്ല, അത് കാരണം വേണ്ടെന്ന് പറഞ്ഞു. കിളി പോയെന്ന് പറഞ്ഞാൽ മതി ഈ സാധനത്തിൽ കയറിയിട്ട്. അത് വേറെ ആരെങ്കിലും അവസാനം അതിൽ പോണത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ, പുറത്ത് നിന്ന്. ഇങ്ങനെ നിൽക്കണം, എന്നിട്ട് അടിയിൽ നിന്ന് ഇതങ്ങ് പോകും, നമ്മൾ കുത്തനെ താഴത്തേക്ക് പോകും. അത് വേറെ ആരെങ്കിലും പോണത് ഞങ്ങൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇനി നമുക്ക് അടുത്ത റൈഡിൽ കയറാവേ. അടുത്തത് ഈ മെയിൻ ടവർ എന്ന് പറഞ്ഞതിൻ്റെ മുകളിലാണ്. ഇനി അങ്ങോട്ട് വേണം പോകാനായിട്ട്. ഇത് നമ്മുടെ വണ്ടർലയിലൊക്കെ കാണുന്ന പൂളില്ലേ, ട്യൂബ് എടുത്ത് വെറുതെ പൂളിക്കോട്ടെ ഇങ്ങനെ. ഇത് കൊച്ചിനെയൊക്കെ വെച്ചോണ്ടൊരു ചേച്ചിരിക്കുന്നുണ്ടോ. ഇതെന്താണ്, എല്ലാം കഴിഞ്ഞ് അവസാനം മടുക്കുമ്പോൾ അതിൽ കയറിയിരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്യും. ലേസി റിവർ എന്നാണ് അതിൻ്റെ പേര്. ഓ നല്ല തിരക്കുണ്ട്, എടുത്തോ. ഏതെങ്കിലും എടുക്കാം, നമുക്ക് ഏതെങ്കിലും കയറാം. ഏതിലിപ്പോൾ കയറണമെന്ന് മനസ്സിലാവണല്ലോ. ട്വിൻ റേസർ മാറ്റ് ഇതെടുത്താലോ? എന്തിനാന്ന് അറിയില്ല, നീ ഇങ്ങ് എടുത്തോ. 2 പേര് വെച്ചല്ലേ പോണേ, റേസർ മാറ്റല്ലേ. എങ്ങോട്ടാണെന്ന് അറിയില്ല, അങ്ങ് പോവുകയാണ് നമ്മൾ. തിരക്ക് കൂടി, ഇപ്പം നല്ല തിരക്കുണ്ട്. ഈ സാധനത്തിന് മുകളിലാണ് നമ്മൾ പോണത്, ഈ പച്ച. അതിന് പറഞ്ഞ പേരാണ് ട്വിൻ റേസർ. 2 പേര് അപ്പുറം ഇപ്പുറം നിന്ന് റേസ് ചെയ്യാം. പോണു എൻ്റെ പൊന്നെ. ഇവിടെമാർക്ക് ഒരു ലിഫ്റ്റ് വയ്ക്കാൻ പാടില്ല, മനുഷ്യൻ കയറി പൂപ്പാട് തീർന്നു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹായ്. നോട്ട് അലോഡ്. ഓ അപ്പം എന്ത് ചെയ്യും? അവരിപ്പോൾ നമ്മൾ കയറില്ല. അവർ പറഞ്ഞതെന്നു വെച്ചാൽ ഈ ട്യൂബ് ഉള്ളതിലൊക്കെ മാത്രമാണ് ഗോപ്രോ പിടിക്കുക. അവിടെ ഇങ്ങനെയൊക്കെ പോകുന്നതിൽ പിടിച്ച് പോകുന്നതിലൊന്നും ഗോപ്രോ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഗോപ്രോ ഇവർ വാങ്ങിച്ചു വയ്ക്കും. എന്നിട്ട് നമ്മൾ റൈഡിന് പോയിട്ട് വേണം എടുക്കാനായിട്ട്. അടുത്ത ഞങ്ങൾ പൈത്തൺ എന്ന് പറഞ്ഞൊരു സാധനത്തിന് കയറാൻ പോണേ. ട്യൂബൊക്കെ ഓൾറെഡി മേളിലുണ്ട്. ഓ എൻ്റെ പൊന്നടാവേ, എനിക്ക് മോഷൻ സിക്നസ് ഉണ്ട് കേട്ടോ. പൈത്തൺ യെസ്, താങ്ക് യു. യെസ്, ഞങ്ങളിപ്പോൾ പോകുന്നത് പൈത്തൺ എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് മേളിൽ കയറി തന്നെ ഞാനിന്ന് 2-3 കിലോ കുറയ്ക്കും തുടങ്ങി. എന്നാൽ പോലും വണ്ടർലയുടെ അത്ര തിരക്കില്ല. എവിടെ നല്ലത്. ഇത് ഇങ്ങനത്തെ ട്യൂബാട്ടോ, 2 പേരുന്ന പോണത്. അയ്യോ അടുത്ത നമ്മളാണ്. ഹായ്, ഐ ക്യാൻ സിറ്റ്.
ഞാനിവിടെ ഇരിക്കുന്നത് Face to face. Look together. ബാബാ കയറി ഇരുന്നോളൂ. റെഡിയല്ലേ? ആ, ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കില്ല, പീസ്ഫുൾ ആയിരിക്കും. യെസ്, ഓണാണ്. ഇതെന്താ ഇരുട്ട്? ഇതൊക്കെ എന്ത്? ഇതൊക്കെ എന്ത്? ഞങ്ങളിപ്പോ കുറച്ച് നേരം ചില്ല് ചെയ്യാനായിട്ട് നിൽക്കുക. കുറച്ച് നേരം കടന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്തേൽ കയറാം. കിളി പോയിരിക്കുക ഞങ്ങളുടെ രണ്ടുപേരുടെ. അവളുടെ തല പോയി കിടക്കുക, പറന്ന് കിടക്കുന്നത്. എൻ്റെ കിളി പോയി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അടുത്തേക്ക് കയറാം. ഞങ്ങളൊരു 45,000 രൂപയ്ക്ക് ഒരു മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം ചില്ല് ചെയ്യാണ് അല്ലേ? ആ, ഇവിടെ കുഞ്ഞു പിള്ളേർ കളിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ലേസി പൂളിൽ പോയി കുറച്ച് നേരം ചില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എക്സ്ട്രീം റൈഡുകൾ ട്രൈ ചെയ്യണം. അടുത്ത് ലേസി പൂളിൽ പോയി കിടക്കട്ടെ. നമ്മൾ തപ്പി നടക്കുന്നില്ല, എവിടെയാണെന്നൊന്നും അറിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ലേസി പൂളിൽ എത്തിയിരിക്കുവാണ്. ഞങ്ങൾ ഈ പ്രശ്നം രണ്ടായിട്ട് പോകാൻ തീരുമാനിച്ചു. ഇവരെന്താ പോകാത്ത? ഇത് കയറണയാണോ ഇറങ്ങണയാണോ? ഫിനിഷിങ് സ്റ്റാർട്ടിങ് ഇവിടുന്ന. പ്ലീസ് റിമെയിൻ ഇൻ യുവർ ട്യൂബിൽ നിന്ന് ഇറങ്ങരുതെന്നാണ് പറയണത്. വരുക. ആഹാ, നല്ല രസമില്ല. ഇവനെന്താണ് ഇങ്ങനെ നീന്തി ഇറങ്ങി അങ്ങോട്ട് തിരിഞ്ഞോ? എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണേ? എടാ, ഒരു ട്യൂബ് വെറുതെ വന്ന് ആ ട്യൂബ് അവര് സെപ്പറേറ്റ് ആയി. യു ഗൈസ് ഗോട്ട് സെപ്പറേറ്റ്. കൈ അവർക്ക് കാലിയ അതിന് ഇങ്ങ് വാ പെണ്ണ, ഇങ്ങ് നീന്തി വാ വേ. ഹായ്. ആ, സ്പീഡ് കൂടുന്നുണ്ട് ഇവിടെ ഈ വളവ് വരുമ്പോ. ഡൂബിന്ന് എടുത്ത് ചാടി ചേട്ടൻ വലിച്ചു കയറ്റുന്നുണ്ട്. വേഗം വാ, ഇങ്ങ് വാ. ഇതെന്താണ്? തുഴഞ്ഞു വാ. ഇത് നേരെ പോണില്ലല്ലോ ഇത്. ഉപ്പുവെള്ളാന്ന് തോന്നുന്നു, വായി നിറയുമ്പോ. രണ്ടു വഴിയോ? അയ്യോ, ഇതെന്താണ് കാരണം? ഞാൻ അങ്ങ് പോണ്. ഞാൻ എന്താ അങ്ങ് വന്നെ. ഓട്ടം നമ്മൾ എന്തായാലും കാശ് കൊടുത്തെടുക്കണ്ടല്ലോ. കൈവിളി. ആരക്കമ്മ
രണ്ട് പ്രണയ ജോഡികൾ ഇവിടെ കടന്നു പോണുണ്ടോ? ഒരു പ്രണയ ജോഡി. അപ്പൊ അങ്ങനെ ലേസി പൂള് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ ഉള്ളത് നോക്കട്ടെ അല്ലേ. വിശക്കണുണ്ട്, എന്തെങ്കിലും പോയി കഴിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീണ്ടും അടുത്ത റൈഡുകളിൽ കയറാൻ പോവാം. ഇപ്പം തിരക്കൊക്കെ കൂടി വന്നതിൻ്റെ അത്ര ഫുള്ള് വന്നപ്പോൾ ആൾക്കാരില്ലായിരുന്നു. ഇപ്പം തിരക്കാരുടെ നിൽക്കാൻ വേണ്ടിയുണ്ട്. അത് മേളത്തെ റൈഡ് പോയിക്കേ, ഞങ്ങൾ കയറിയപ്പോൾ 3-4 പേരുള്ളൂ. ഇപ്പോൾ താഴെ വരെ ക്യൂ ആയി. അപ്പം ഇനി കയറാത്ത സാധനങ്ങളൊക്കെ കയറണം. പിന്നെ ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അതിരാവിലെ വന്ന കാരണം ഏറ്റവും നല്ല റൈഡുകളൊക്കെ ഞങ്ങൾക്ക് ആദ്യമേ കയറാൻ പറ്റും. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമാക്സ് പറഞ്ഞ സാധനമൊക്കെ ഞങ്ങൾ ആദ്യമേ കയറി. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു സാധനത്തെ കയറാൻ പോവാണിപ്പോൾ. വേണ്ടേ 18-ാം പടി കയറണ പോലെ കുറേ കയറണം. ഇനി പൊന്നെ ഭഗവാൻ. ലൈൻ 1 ലൈൻ 2 അതെന്താ സംഭവം? അയ്യോ വെള്ളോട്ട. ഓക്കെ, നല്ല തിരക്ക്, ആൾക്കാർ വന്നോണ്ടിരിക്കുക. കണ്ടത് നിങ്ങൾ അവിടെ കാണുന്ന സാധനം കണ്ടോ? അതാണ് നമ്മളിങ്ങനെ നിൽക്കും. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് സാധനം പോയിട്ട് നമ്മളിങ്ങനെ താഴത്തേക്ക് പോരുക. അതിൽ നോക്കി ആരുമില്ല. ഇതൊരു പയ്യൻ വന്നൊക്കെ ഉണ്ടോ അവിടെ കയറാനായിട്ട്. ഇതിൻ്റെ വേറൊരു ഐറ്റത്തിലാണ് നമ്മൾ ആദ്യമേ കയറിയത്. അത് എൻ്റെ പൊന്നെ, അതാണ് ഏറ്റവും എക്സ്ട്രീം. അത് കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഇത് പോയി. അതിൻ്റെ വേറെ ഐറ്റംസ് ആട്ടോ ഇത്. ഒന്ന് നേരെ താഴത്തേട്ട് പോകണേ, ഒന്ന് വളഞ്ഞ് പോണത്, ഒന്ന് പിന്നെ അങ്ങ് സ്ലൈഡ് ചെയ്ത് പോകണത്. അങ്ങനത്തെ ഇതാണ് ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ. കുത്തനെ താഴത്തേക്ക് പോയിട്ട് ഒറ്റ അടിക്ക് മുകളിലേക്ക് പോണ സാധനമായിരുന്നു. കണ്ടത് ഇവിടുന്ന് നോക്കുമ്പോൾ നോക്കി, നമ്മുടെ വണ്ടർലയുടെ അത്ര വലിയതൊന്നും അല്ല കേട്ടോ. ഇവിടെ ഒരു പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂറും കൊണ്ട് എല്ലാ റൈഡും തീർത്ത് വീട്ടിൽ പോകാം, അത്രേ ഉള്ളൂ. ഇതിലാണ് നമ്മൾ കയറുന്നത്. ഇതിൻ്റെ പേര് കൺസ്ട്രക്ടർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലാണ് നമ്മൾ കയറുന്നത്. ഇത് അത്ര ഇല്ല കേട്ടോ. ഇത് 3, 4 എല്ലാം 4 കണ്ടു. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 5 ഏറ്റവും ഹൈ ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യമേ കയറിയാറിന് ഇതൊന്നും വലിയ പാടായിട്ട് തോന്നുന്നില്ല. ഇതിൽ ബേബി പേടിച്ച് ഒച്ച ഉണ്ടാക്കുമോ? ഞാനും ഇതിൽ ഒച്ച ഉണ്ടാക്കില്ല. റാമായിട്ടായിരിക്കും ഇരിക്കാൻ പോകുന്നത്. നോക്കിക്കോട്ടോ. ഒച്ച ഉണ്ടാക്കുന്നതല്ല. ഇത് ഇച്ചിരി വലുതല്ലേ, നല്ല നീളമുണ്ട്. എൻ്റെ അമ്മച്ചേ, നീലാചന്ദനക്കിണ്ണം. ഇതിനെന്തായിരുന്നാണ് പറയണത്? ഇത് ഫ്ലോർ റൈഡർ എന്ന് പറഞ്ഞ സാധനമാണ്. പക്ഷെ ഇതിൽ കയറണമെങ്കിൽ വേറെ 75,000 രൂപ കൊടുക്കണം വീണ്ടും. ആ സാധനമാണിത്. ഇതിനകത്ത് കയറണമെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കണം. കണ്ടോ, അവർ പഠിപ്പിച്ച് തന്നെയുണ്ട് എങ്ങനെ ചെയ്യണമെന്നൊക്കെ. എവിടെ അവൻ അവിടെ കടന്ന് ചെയ്യണം. അതേപോലെ യശോദേ ചേച്ചി അങ്ങ് അവിടെ എത്തി. 75 അല്ല കേട്ടോ, ഇത് 1,25,000 രൂപ കൊടുക്കണം ഇതിന്. ഇവിടുത്തെ 1,25,000 രൂപ കൊടുക്കണം അരമണിക്കൂറത്തേക്ക്. അപ്പോൾ ഇവർ അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ ഇരിക്കണവരടുത്തവർ അരമണിക്കൂറത്തേക്ക് വേണ്ടി ചെയ്യണത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ സർഫിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ പഠിച്ച് ചെയ്യാമെന്ന് തോന്നുന്നു. അങ്ങനെ സർഫിംഗ് ഒക്കെ പഠിച്ചവർക്ക് ഇത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ആകെ 14 റൈഡുള്ളൂ മൊത്തം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കിഡ്സ് റൈഡും ഉണ്ട്. പിന്നെ ഇതൊക്കെ സ്പായ്, ഫോട്ടോ കൗണ്ടർ, സ്മോക്കി ഏരിയ, അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ഇപ്പോൾ ഈ 14 റൈഡുണ്ട്. അതിൽ 2-3 പിള്ളേരുടെ റൈഡ്. അതുകൂടാണ്ട്
രണ്ടെണ്ണം. പിന്നെ കുറേ എണ്ണം നമുക്ക് ട്യൂബ് വെച്ച് ഇറങ്ങാൻ പറ്റില്ല. കൈ ഒന്നും യൂസ് ചെയ്യാണ്ട് പോണ സാധനം. അപ്പോൾ അതിൽ ഗോപ്രോ യൂസ് ചെയ്യാനും പറ്റില്ല. അത് കാരണം ഞങ്ങൾ കാണിക്കാണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ കാണിക്കാട്ടോ, വേറെ രീതിയിൽ ആരെങ്കിലും പോണത് കാണിച്ചു തരാം. അപ്പോൾ മിതി ഇത് ഗ്രീൻ വൈപ്പറിൽ കയറാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പോകും അതിൻ്റെ. കാരണം ഞാനത് ഈ കയറുന്ന എനിക്ക് ഓൾറെഡി ഞാൻ 2-3 എണ്ണം അങ്ങനത്തെ കയറി. അത് കാരണം ഞാൻ ഇനി കുറച്ച് നേരം ചില്ല് ചെയ്യാനിരിക്കുക. അവൾ ഒന്നോടെ, ഞാൻ ആദ്യം വന്നത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്തത് ഒന്നോടെ പോവാ വീഡിയോ എടുക്കാനായിട്ട്. പോയിട്ട് വരട്ടെ, ഇനി ഇതിൽ വരും ഒന്നോടെ. ആ ശരി. പയ്യെ ഒഴുകി ഒരാൾ തേയില വരുന്നുണ്ട്. ഇതെന്താണത്? അത് സ്ലോ ആയിരുന്നോ? ഭയങ്കര സ്ലോ ആ? ഞാനടുത്ത് മേളിൽ നിന്ന് ഒച്ച വെക്കേണ്ടി ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഇത് ഭയങ്കര പയ്യല്ലേ? ഇത് ഒരുമാതിരി. അപ്പോൾ അതേ ഇതില ഇതേ കാണുന്ന പച്ച സാധനം കണ്ടോ? നമ്മൾ ഏറ്റവും ആദ്യം ട്രൈ ചെയ്താൽ ഇങ്ങനെ നിന്നിട്ട് അടിയിൽ നിന്ന് വിടുമ്പോൾ പോണ സാധനമില്ല, അതിൻ്റെ കറങ്ങി പോകുന്നതിൽ കയറാൻ പോയിക്കോട്ടെ. അപ്പോൾ ക്യാമറ പിടിച്ചോണ്ട് ഞാൻ കേട്ടില്ല. അത് കാരണം ഞാൻ ഇവിടെ ഇന്ന് അവൾ ഇറങ്ങണ വീഡിയോ എടുക്കട്ടെ. മുകളിലെത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. അത് ഏറ്റവും പോയിന്റ് നിൽപ്പുണ്ട്. ആ കൈ കാണിക്കാണ്ട് അവിടെ നിന്ന് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. അപ്പോൾ ആൾ അതിലൊക്കെ കറങ്ങി ഇതിൽ വരും. മേളിൽ പോകുന്നുണ്ട്. ആ അതിൽ കയറിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എല്ലാത്തിലും വേഗം വരെ. എങ്ങനെയുണ്ടായി? കൊള്ളാവോ? ഇത് അത്ര സ്പീഡില്ലായിരുന്നു തോന്നുന്നു. നമ്മൾ ആദ്യമേ പോയത് അത് കഴിഞ്ഞിട്ട് ഇത് ഈ സെയിം സാധനത്തിന് തന്നെ വേറെ പറഞ്ഞ അവിടുന്ന് നിന്ന് നേരെ താഴത്തേക്ക് പോകണം. പക്ഷെ ഇതിനേക്കാളും എക്സ്ട്രീമാണ് ഞങ്ങൾ ഏറ്റവും ആദ്യമേ പോയി ട്രൈ ചെയ്തത്. അത് കാരണം ഇതൊന്നും ഒന്നും അല്ലാണ്ടായി അല്ലേ? ഒന്നും അല്ലാണ്ടെന്നല്ല, എന്തൊക്കെയോ ആവണുണ്ടല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ റൈഡിലും കയറി. 14 എണ്ണം ഉണ്ടായിരുന്നു. 14 എണ്ണത്തിലും കയറി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടോ. എനിക്ക് വാട്ടർ റൈഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. അല്ല എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. അര ദിവസം പോലും വേണ്ട. നമ്മുടെ നാട്ടിലൊരു 3000 രൂപയെങ്കിലും വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒട്ടും കാശില്ല, ജസ്റ്റ് ബാലി വന്ന് കാണാൻ അങ്ങനെ വന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യണില്ല. അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യണില്ല. കാരണം 1000 രൂപ നമ്മുടെ നാട്ടിൽ വണ്ടർല ഇതിലും അടിപൊളിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെയുള്ള റൈഡ്സ് ഉണ്ട്. ഇവിടെ 14 റൈഡുള്ളൂ. അതേതാണ്ടും പിന്നെ മിക്കവരും ഇവിടെ ഈ ചില്ല് ചെയ്യാനായിട്ട് വന്നവരാ. വരുന്നു, ചില്ല് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഫോറിനേഴ്സ് വരുന്നു, ചില്ല് ചെയ്യുന്നു, ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയൊക്കെ കൊള്ളാം, അടിപൊളിയാ. ക്യാഷും നല്ലതാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ബാലിക്ക് വരുക, നിങ്ങൾക്ക് നല്ലപോലെ അടിച്ചു പൊളിക്കാൻ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങളിങ്ങ് പോരെ. വെറൈറ്റി സാധനങ്ങളൊക്കെ കുറച്ചുണ്ട്. കണ്ട് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ആൾക്കാരിങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വാട്ടർ ബോംബിൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ. ഇനി ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങിൽ വെച്ച് കാണാം.